നമസ്കാരം. കമ്മ്യൂണിസ്റ്റ് BJP രാഷ്ട്രീയങ്ങൾ എപ്പോഴും കപട രാഷ്ട്രീയക്കാരെയും സ്വജനപക്ഷപാതികളെയും ഒപ്പം തന്നെ ചില രാഷ്ട്രീയ തന്ത്രജ്ഞരെയും ഒക്കെ ചിലത് ചിന്തിപ്പിക്കുവാൻ പ്രേരിപ്പിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും BJPയുടെ ഹൈന്ദവ തന്ത്രങ്ങളുമൊക്കെ പലപ്പോഴും കൂട്ടുപിടിക്കുന്നത് ഇത്തരത്തിലുള്ള ചില ആചാര്യന്മാരെയാണ്. പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടം വരുമ്പോൾ തെരഞ്ഞെടുപ്പിന്റെ വേളകളിലൊക്കെയും CPM-ഉം BJP-യും കോൺഗ്രസും ഒക്കെ ഇങ്ങനെ പരസ്പരം വേറിട്ട് നിൽക്കുന്ന ശൈലി സ്വീകരിക്കുന്നതും പരസ്പരം യുദ്ധം ചെയ്യുന്നതും തമ്മിൽ തല്ലുന്നതും വരെ കാണേണ്ടി വരുന്നു എന്നുള്ളത് ഗതികേടാണ്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലും ഒക്കെ അത്തരത്തിലുള്ള പല സംവിധാനങ്ങളും പൊതു തെരഞ്ഞെടുപ്പ് വേളകളിൽ ഉണ്ടായിട്ടുണ്ട്. അത് പക്ഷേ തർക്കവിധേയമാകുന്ന സമയങ്ങളിൽ തന്നെ അനുനയിപ്പിക്കുവാനുള്ള തന്ത്രങ്ങൾ വളരെ പരിണിതപ്രജ്ഞരായിട്ടുള്ള നേതാക്കളുടെ ഇടയിൽ നിന്നും ഉണ്ടാകാറുണ്ട്. പക്ഷേ ചിലതൊക്കെ കയ്യാങ്കളിയിലേക്ക് പോകുന്നു. പക്ഷെ അവയെ തന്നെ അപ്പോഴും എങ്ങനെയെങ്കിലും ഒതുക്കി തീർക്കാൻ ശ്രമിക്കുന്നുള്ളൂ. പക്ഷെ ചിലത് വലിയ തല്ലിൽ തന്നെ അവസാനിക്കുന്നു. കഴിഞ്ഞ ദിവസം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് പാലക്കാട് ടെലിവിഷൻ പരിപാടിക്കിടെ BJPയുടെ പാലക്കാട് ജില്ലാ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള പ്രശാന്ത് ശിവനും SFIയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള PM ആർഷോയും തമ്മിൽ കൊമ്പുകോർത്തത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഭവമാണ്. പരസ്പരം ഒരു കയ്യാങ്കളിയിലേക്ക് പോകുന്ന കാഴ്ചയുണ്ടായി. പ്രശാന്ത് ആർഷോയെ കയ്യേറ്റം ചെയ്യുന്ന തരത്തിലുള്ള വാർത്തകൾ വരികയും ചെയ്തു. അതിന് പിന്നാലെ CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു നിലവാരമില്ലാത്ത ആൾക്കാരെ ചാനൽ പരിപാടികളിൽ പാനലിസ്റ്റായി വിളിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ചില വാർത്തകൾ പുറത്തുവിട്ടു. സുരേഷ് ബാബുവിന് മറുപടിയുമായിട്ട് പ്രശാന്ത് ശിവൻ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിട്ടു. ശരിയാണ്, കമ്മികളുടെ നിലവാരം എനിക്കില്ല. ഞാൻ ഇന്നേ വരെ ഒരാളെയും ജാതി പേര് വിളിച്ച് ആക്ഷേപിച്ചിട്ടില്ല. ഒരു സ്ത്രീയുടെയും അടിവയറ്റിൽ ചവിട്ടിയിട്ടില്ല. മാർക്ക് ലിസ്റ്റ് തിരുത്തി ഡിഗ്രി ഉണ്ടാക്കിയിട്ടില്ല. പരീക്ഷയിൽ കള്ളത്തരം കാണിച്ച് പിടിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് കമ്മികളുടെ സ്റ്റാൻഡേർഡ് എനിക്കില്ല. ആ ഇല്ലായ്മയിൽ ആശ്വാസവും അഭിമാനവും ഉണ്ട് താനും എന്ന് പറയുന്നു. മാത്രമല്ല, അയാൾ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം എത്രയേ ഉള്ളൂ. ഏതെങ്കിലും ഒരു വളവിൽ ഇരുട്ടത്ത് എന്നെയും കാത്തൊരു കമ്മ്യൂണിസ്റ്റ് കാപാലികന്മാരുടെ കത്തി കാത്തിരിക്കുന്നുണ്ടാകും എന്നുള്ള ഒരു അറിയിപ്പ് കൂടി അദ്ദേഹം പറയുന്നു. എനിക്കതറിയാം. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് എൻ്റെ ഈ പ്രയാണമെന്ന് പ്രശാന്ത് ശിവന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമ്മൾ ചിന്തിച്ചു പോകും. നമ്മുടെ രാഷ്ട്രീയം എന്തുമായിക്കൊള്ളട്ടെ. പക്ഷെ ഒരു വ്യക്തി പറയുകയാണ്, ഏതെങ്കിലും ഒരു വളവിൽ ഒരു ഇരുട്ടത്തെ എന്നെയും കാത്തൊരു കമ്മ്യൂണിസ്റ്റ് കാപാലികന്മാരുടെ കത്തി അത് കാത്തിരിക്കുന്നുണ്ട് എന്ന് പറയപ്പെടുമ്പോൾ നമ്മൾ TP ചന്ദ്രശേഖരനെ ഓർത്തുപോകും. സ്വന്തം പാർട്ടിക്കാരനെ ഒരു മയവുമില്ലാതെ 58 വെട്ടുകൾ വെട്ടി തകർത്തെറിഞ്ഞ അതേ കാപാലികന്മാർക്ക്, ആ പാർട്ടിയിൽ പോലും അല്ലാത്ത ഒരാൾക്ക്, SFIയുടെ നേതാവിന്റെ കരണക്കുറ്റി പൊട്ടിച്ച പ്രശാന്ത് ശിവൻ എന്ന് പറയപ്പെടുന്ന നേതാവിനെ എങ്ങനെയും തകർക്കുവാനുള്ള ശ്രമം നടത്തുമെന്നറിയാതെ നമ്മൾ ചിന്തിച്ചു പോകും. മാത്രമല്ല, CPM-ന്റെ ജില്ലാ സെക്രട്ടറിയായ EN സുരേഷ് ബാബു ചില കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. അതിനൊരു മറുപടി പറയേണ്ടതിന്റെ ചുമതലയാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പ്രശാന്ത് ശിവൻ ഇത്തരത്തിൽ ഈ നാറിയ തരംതാണ കളിക്ക് ഞാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ കൃത്യമായിട്ടും മറുപടി നൽകിയിരിക്കുന്നു. സത്യമാണ്, ആ പറഞ്ഞ വാചകങ്ങൾ എനിക്ക് പറയാൻ കഴിയില്ല എങ്കിൽ കൂടിയും ഇവിടെ പറയുകയാണ്. ഒരു സ്ത്രീയോട് പറയാൻ പറ്റാത്ത വാചകങ്ങളാണത്. അവരുടെ ജാതി പേര് വിളിച്ചു പറഞ്ഞിട്ട് നിനക്ക് തന്തയില്ലാത്ത കൊച്ചിനെ ഉണ്ടാക്കി തരുമെന്ന് അലറി ഒരു ദളിത് പെൺകുട്ടിയുടെ അടിവയറ്റിൽ ചവിട്ടുന്നത്ര നിലവാരമില്ലാത്ത ആളുകളുടെ രീതി സത്യമായിട്ടും ചർച്ചയ്ക്ക് വിളിക്കാൻ പാടില്ലാത്തവരാണ് ഇവരെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇത് ആർഷയെക്കുറിച്ചാണ്. അന്ന് ആർഷ ഒരു ദളിത് പെൺകുട്ടിയുടെ മുഖത്ത് നോക്കിയിട്ട് നിനക്ക് ഞാൻ തന്തയില്ലാത്ത കൊച്ചിനെ ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞ ആ നിലവാരമുണ്ടല്ലോ, ആ നിലവാരം പക്ഷേ മറ്റൊരാൾക്കും ഉണ്ടാകില്ല എന്ന് കൂടി പറയട്ടെ. ഈ ആർഷ എന്ന് പറയപ്പെടുന്ന SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സമയത്തുള്ള വാർത്തകളാണ് ഈ പറയുന്നത്. ഇന്നതൊക്കെ നിരസിക്കുന്നവരുണ്ട്. ആ കുട്ടി ASFന്റെ നേതാവായിരുന്നു. പക്ഷെ ആ ASFന്റെ നേതാക്കളിൽ പലരും ഇന്ന് ഇതിനെ തള്ളിപ്പറയുന്നവരുണ്ട്. അത് രാഷ്ട്രീയം. ഇതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? ഒരു ഗുണ്ടയെ പിടിച്ച് നേതാവാക്കിയാൽ ഇങ്ങനെ ഇരിക്കുമെന്നുള്ളതാണ്. വളരെ ശരിയാണ്. കാരണം മഹാരാജാസിലും കോഴിക്കോട് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലും ഒക്കെ പൊതുജനം കണ്ടതാണ്. ഒരു ഗുണ്ടയെ പിടിച്ച് നേതാവാക്കിയാൽ അയാൾ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുക എന്ന്. അപ്പോൾ ഇയാളെപ്പോലുള്ളവരെയൊക്കെ മാറ്റി നിർത്തേണ്ടതാണ്, ശരിക്കും വേണ്ടതാണ്. ഒരു ദളിത് സ്ത്രീയെ
ജാതിപ്പേര് വിളിച്ച് അപമാനിച്ച ഒരുത്തനെ അറസ്റ്റ് ചെയ്യുക, അവനെ അറസ്റ്റ് ചെയ്യാൻ പോയിട്ട് ഒന്ന് ശാസിക്കുക പോലും ചെയ്യാതെ അരിയിട്ട് വാഴിക്കുവാൻ CPM പോലെ ഉളുപ്പുകെട്ട ഒരു സംഘടനയ്ക്ക് മാത്രമേ സാധിക്കൂ എന്നുള്ളത് സത്യമല്ലേ? CPM ഇത്തരത്തിലുള്ള നേതാക്കളെ അരിയിട്ട് വാഴിക്കുന്ന രീതിയുണ്ടല്ലോ, തെറ്റ് ചെയ്യുന്നവനെ തലയിലേറ്റുന്ന സമീപനം സ്വീകരിക്കുന്നവർ, അവനൊക്കെ വഴിയിൽ ഇതുപോലെ തല്ല് കിട്ടാത്തതിന്റെ കുറവാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. പ്രശാന്ത് ശിവൻ തീരെ സ്റ്റാൻഡേർഡ് ഇല്ലാത്ത നേതാവ് എന്ന് CPM അന്തം കമ്മികൾ പറയുമ്പോൾ ശരിയാണ്, ഓരോരുത്തർക്കും പലതരത്തിലുള്ള സ്റ്റാൻഡേർഡ്. കമ്മികളുടെ നിലവാരം തനിക്കില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ പ്രശാന്ത് ശിവൻ ശ്രമിക്കുമ്പോഴും ഒരു കാര്യം ഞാൻ പറയട്ടെ, താങ്കൾ പറയുന്നതൊക്കെ ശരിവെച്ച് തരാം. താൻ ഇന്ന് വരെ ആരെയും ഒരാളെ ജാതി പേര് വിളിച്ചായി അധിക്ഷേപിച്ചിട്ടില്ല, ഒരു സ്ത്രീയുടെയും അടിവയറ്റിൽ താങ്കൾ ചവിട്ടിയിട്ടില്ല, മാർക്ക് ലിസ്റ്റ് തിരുത്തി ഡിഗ്രി ഉണ്ടാക്കിയിട്ടില്ല, പരീക്ഷയിൽ താങ്കൾ കള്ളത്തരം കാണിച്ച് പിടിക്കപ്പെട്ടിട്ടില്ല. ഇങ്ങനെയൊക്കെ താങ്കൾക്ക് ന്യായവാദങ്ങൾ എന്ത് തന്നെ വേണമെങ്കിലും നിരത്താം, അതിൽ തെറ്റില്ല. അതുകൊണ്ട് കമ്മികളുടെ സ്റ്റാൻഡേർഡ് തനിക്കില്ല എന്ന് പറഞ്ഞ് ആശ്വാസം കൊള്ളുകയും ചെയ്യാം. ആ ഇല്ലായ്മയിൽ ആശ്വാസവും വേണമെങ്കിൽ അല്പം അഭിമാനവും ഉണ്ട് എന്ന് പറഞ്ഞ് താങ്കൾക്ക് അഭിരമിക്കാം. പക്ഷേ ഒരു കാര്യം താങ്കൾ ശ്രദ്ധിക്കുക, താങ്കൾ ഇങ്ങനെ ഒരു ഓപ്പൺ ഫോറത്തിലേക്ക് ജില്ലാ സെക്രട്ടറി പദവിയിലേക്ക് ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ചെയ്യാൻ കഴിയാത്തത് അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്തതാണ് പ്രശാന്ത് ശിവനും ചെയ്തത് എന്ന് പറയട്ടെ. ഒരാളെയും തല്ലാൻ പാടില്ല, അതും ഇങ്ങനെ പട്ടിയെ തല്ലുന്നത് പോലെ തല്ലാൻ പാടില്ല. അത് ശരിയല്ല എന്നുള്ളതാണ്. ഒരാൾക്കും ഈ പൊതുസമൂഹത്തിന് മുന്നിൽ പരസ്പരം നിങ്ങൾക്ക് ഗോഗോ വിളിക്കാം, പരസ്പരം നിങ്ങൾക്ക് നിങ്ങളുടെ ആദർശങ്ങൾ പറയാം, നിങ്ങളുടെ പാർട്ടി നിലപാടുകൾ വ്യക്തമാക്കാം. പക്ഷേ കയ്യാങ്കളിയിലേക്കോ തമ്മിൽ തല്ലിലേക്കോ പോകുന്നത് ഒരു പാർട്ടിക്കും ഭൂഷണമല്ല എന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾ പറയുന്ന ഈ പാരമ്പര്യത്തിന്റെ വിത്തെടുത്ത് വേവിച്ചാൽ ഇവിടെ വേവില്ല എന്ന് കൂടി പറയട്ടെ. ഇത് കേരളമാണ്. നിങ്ങൾ ഇന്ന് വരെ ചിലപ്പോൾ കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ കാണാൻ ശ്രമിക്കാത്ത ഒരു നാട്. മറ്റുള്ള വടക്കേന്ത്യൻ നാടുകളിലൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സ്വീകാര്യത ചിലപ്പോൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടായി എന്നും പറയും. പകരം മറ്റു പല പാർട്ടികളോടും നമുക്ക് ചേർക്കാവുന്ന അവരോടൊത്ത് ചേർന്നു പോകാൻ കഴിയുന്ന തരത്തിലേക്ക് പെരുമാറിയാൽ മാത്രമേ ഒരു രാഷ്ട്രീയക്കാരനെ, ഒരു സാമൂഹ്യ പ്രവർത്തകനെയൊക്കെ അംഗീകരിക്കുവാൻ ഇവിടുത്തെ സ്ത്രീ സമൂഹം അടക്കം തയ്യാറാകും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഒരാളോടും ഇത്തരത്തിൽ ഒരു തരത്തിലും തല്ലോ അല്ലെങ്കിൽ ഇതുപോലുള്ള തലോടലോ കൊടുക്കുന്ന സമീപനം സ്വീകരിക്കുന്നത് ഒരു പാർട്ടിക്ക് ഭൂഷണമല്ല എന്ന് പറഞ്ഞു നിർത്തുമ്പോൾ തന്നെ നിങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ഞങ്ങളും പല ശേഷിയുള്ള പാർട്ടിയുള്ള നേതാവ്, അതറിയാം, ഒരാളോടും ഛേ പോ എന്ന് പോലും പറഞ്ഞിട്ടില്ലാത്ത ഒരു പാവം തയ്യൽക്കാരനെ കന്മഴ കൊണ്ട് വെട്ടി വീഴ്ത്തിയ മഹാനാണല്ലോ നിങ്ങളുടെ ഇപ്പോഴത്തെ അനിഷേധ്യ നേതാവ്. ആ ശേഷി നിങ്ങൾക്ക് എന്നും ഉണ്ടാവുമെന്നും ഞങ്ങൾക്കറിയാമെന്നും ആ മഹാമംഗളയും പുണ്യഭൂമിയുമായിട്ടുള്ള അമ്മയെ നിനക്ക് വേണ്ടി ആയിരിക്കട്ടെ എന്റെ മരണമെന്ന് ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ട് പുറപ്പെടുന്നവരാണ് ഞങ്ങളെന്ന് എഴുതി വെക്കുന്ന പ്രശാന്ത് ശിവൻ. നിങ്ങളെന്നല്ല ഒരാളും മരണപ്പെടാതിരിക്കട്ടെ. ഏതെങ്കിലും ഒരു വളവിൽ ഇരുട്ടത്ത് തന്നെയും കാത്ത കമ്മ്യൂണിസ്റ്റ് കാപാലികന്മാരുടെ കത്തി കാത്തിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ഈ പ്രയാണമെന്ന് നിങ്ങൾ സ്വയം പറയുമ്പോൾ നിങ്ങൾക്ക് നല്ല നമസ്കാരം നൽകുന്നതിലും നന്ദി പറയുന്നതും നല്ല കാര്യമെന്ന് പറയട്ടെ. കാരണം നിങ്ങൾ ചെയ്യുന്നതും നിങ്ങളെ കാത്തിരിക്കുന്നു എന്ന് പറയപ്പെടുന്നവരും മറ്റു പലരുമുണ്ട്. നിങ്ങളുടെ കുടുംബങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ ഇടപെടുന്ന അഭിരമിക്കുന്ന ഇടങ്ങളിലൊക്കെ നിങ്ങളുടെ നന്മ കാത്തിരിക്കുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നിനും പകരം ഈ പകരം വീട്ടലുകളോ പ്രത്യക്ഷത്തിലല്ലെങ്കിലും ഈ പറയുന്ന ഇരുട്ടിന്റെ മറവിൽ ഒളിച്ചിരുന്നുകൊണ്ടുള്ള വെട്ടിത്തീർക്കലുകളോ അല്ല എന്ന് കൂടി പറയട്ടെ. CPM അത്തരത്തിലുള്ള കാപാലികന്മാർ ഇനിയും അങ്ങനെ തുനിഞ്ഞിറങ്ങിയാൽ നിയമവും നീതിയും ഒന്നും നട്ടല് വളച്ചു കൊടുക്കുന്ന ഒരു സമീപനത്തിലേക്ക് എത്തില്ല എന്ന് കൂടി പറയട്ടെ. അതൊക്കെ കഴിഞ്ഞ കാലഘട്ടങ്ങളാണ്. ഇന്ന് വരെയും ഭരിച്ചു മുടിക്കുവാനും ഭരണ നേട്ടങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാനും ആ ഭരണസിരാ കേന്ദ്രത്തിൽ ഇരുന്നു കൊണ്ട് CPM അനിഷേധ്യ നേതാക്കന്മാർ ഇതുപോലുള്ള കാപാലികന്മാർക്ക് ഏത് തരത്തിലുള്ള പിന്തുണയും നൽകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടം മാറിപ്പോയിരിക്കുന്നു. ഇനി ഉണ്ടാകില്ല അത്. പകരം ഒരിക്കൽ TP ചന്ദ്രശേഖരനെ പോലൊരാളെ ഒഞ്ചിയത്തിട്ട് വെട്ടിക്കൊലപ്പെടുത്തുമ്പോൾ അന്നുണ്ടാക്കിയെടുത്ത നിങ്ങളുടെ ഈ കാപാലികത്വമുണ്ടല്ലോ, ഈ കാടത്തം, അതൊക്കെ മനസ്സിലാക്കി അതൊക്കെ തിരിച്ചറിയുന്ന ഒരു സമൂഹം ഈ കേരളത്തിലുണ്ട്. പക്ഷേ അവർ പ്രതികരിക്കുന്നത് എങ്ങനെയായിരിക്കുമെന്ന് പറയാൻ കഴിയില്ല. ഇന്ന് വരെ നിങ്ങൾക്ക് ലഭിക്കാത്ത സ്വീകാര്യത നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ജനങ്ങൾ നിങ്ങളോട് ഭയത്തോടു കൂടി നൽകുന്നതല്ല,
ഈ പറയുന്ന ജനാധിപത്യത്തിന്റെ ഏറ്റവും സുന്ദരമായ രീതിയിലുള്ള വോട്ടവകാശം എന്ന് പറയപ്പെടുന്നത് നേടി നിങ്ങൾ അധികാരത്തിലെത്തുന്നു എന്നുള്ള വലിയ ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ടല്ലോ. ആ ആത്മവിശ്വാസത്തെ തകർക്കാൻ പോകുന്ന തരത്തിലുള്ള വലിയ പ്രതീക്ഷയുള്ള നിങ്ങളുടെ ചിന്തയുണ്ടല്ലോ, അത് തകർക്കാൻ ഇവിടുത്തെ മനുഷ്യർക്ക് കഴിയും, ഇവിടുത്തെ ജനങ്ങൾക്ക് കഴിയും. അവരൊരു തീരുമാനമെടുത്താൽ തീരാവുന്നതേ ഉള്ളൂ നിങ്ങളുടെ ഈ ഭരണസിരാ കേന്ദ്രത്തിലെ ഇപ്പോഴുള്ള ഈ രാജാവുകളി. ഇപ്പോഴത്തെ നിങ്ങളുടെ രാജാക്കന്മാരെല്ലാം പടിയിറങ്ങിപ്പോയാലും CPM-കാരാ നിങ്ങളെ ഇതുപോലെ തന്നെ വഴിയിലിട്ട് തല്ലുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും. അതുണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ജനങ്ങളോട് പെരുമാറുന്ന ഒരു പുതിയ രീതി, ഒരു പുതിയ സമീപനം, ഈ അഹങ്കാരവും ഒപ്പം തന്നെ വിവരമില്ലായ്മയും വഴിയിൽ ഉപേക്ഷിക്കുക. എന്നിട്ട് ജനങ്ങളെ, സാധാരണക്കാരെ, പാവങ്ങളുടെ പാർട്ടി എന്ന് നിങ്ങൾ ഊറ്റം കൊള്ളുന്നുണ്ടല്ലോ, ആ ഊറ്റം കൊള്ളുന്ന പാർട്ടി ആ സാധാരണക്കാരന്റെ പാർട്ടിയായിട്ട് മാറുക. അവനെ സഹായിക്കുന്ന, അവന് നന്മ നേരുന്ന തരത്തിലുള്ള ഒരു പാർട്ടിയായിട്ട് നിങ്ങൾക്ക് പിന്തുടരാൻ കഴിയുമെങ്കിൽ മാത്രം മുന്നോട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി കഴിയാം. ഇല്ലെങ്കിൽ ഈ ആഭരണങ്ങളെല്ലാം ഈ വരുന്ന തിരഞ്ഞെടുപ്പോടുകൂടി അഴിച്ചു വെക്കേണ്ടി വരും എല്ലാ സഖാക്കൾക്കും.